ഏറെക്കാലം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ പിൻഗാമി ആരെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി വന്നിരിക്കുന്നു. നേരത്തെ ലാരിജാനിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു, മകൻ മുജ്തബ ഖമനേയിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെയല്ല 67 വയസ്സുകാരൻ അയത്തുള്ള അലി റൈസ അറാഫിയെയാണ് ഇടക്കാല പരമോന്നത നേതാവായി ഇറാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നേരത്തെ പരാമർശിച്ചിട്ടുള്ളതാണ്, പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാൻ പാരമ്പര്യമായി കൈമാറാനോ അല്ലെങ്കിൽ സന്തതി പരമ്പരകൾക്ക് കൊടുക്കുന്ന ഒരു പോസ്റ്റോ അല്ല അത്തരത്തിലുള്ളത്. അതിന് നിശ്ചിത മുൻഗണനാ ക്രമങ്ങളുണ്ട്. അതുകൂടാതെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുണ്ട്. അവരൊക്കെ തന്നെ തീരുമാനിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നത്. ഇറാനിൽ പുതിയൊരു പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് ഏകദേശം 90ഓളം വരുന്ന മുതിർന്ന മതപണ്ഡിതന്മാരടങ്ങുന്ന 8 വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുക്കുന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്സിന്റെ ചുമതലയാണ്. അതനുസരിച്ചുകൊണ്ടാണ് അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തന്നെയാണ്, ഈ കൗൺസിൽ തന്നെയാണ് ഇറാന്റെ ഭരണഘടനയെ അനുസരിച്ചുകൊണ്ട് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ കൗൺസിലിൽ ഒരു സ്ഥിരം പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നത് വരെ ഒരു ഇടക്കാല നേതൃത്വ ക്രമീകരണമായിരിക്കും പ്രാബല്യത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഇടക്കാല പരമോന്നത നേതാവെന്ന താൽക്കാലിക ഘടനയിൽ തന്നെയാണ് ഇദ്ദേഹം അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ചീഫ് ജസ്റ്റിസ് ഖോലാം ഹൊസൈൻ മൊഹസിനെയും ഒപ്പമാണ് ഒരു താൽക്കാലിക നേതൃത്വ കൗൺസിലിന്റെ നിയമജ്ഞ അംഗമായി അറാഫിയെ നിലവിൽ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവർക്ക് 2 പേർക്കുമായിരിക്കും ഈ പ്രത്യേക കാലയളവിൽ പരമോന്നത നേതാവിന്റെ ചുമതലകൾ നിറവേറ്റാനുള്ള ചുമതലയുള്ളത്. ഇനി അലിറൈസ ആരെന്ന ചോദ്യം, അലിറൈസ അറാഫി ആരാണ്? ഇദ്ദേഹത്തെ കൊണ്ട് എന്തായിരിക്കും ഇനി ചെയ്യാൻ സാധിക്കുക? ഖമനേയിയുടെ മരണത്തിനുള്ള പക വീട്ടാനായി എന്തൊക്കെ നീക്കം ഇനി വരും ദിവസങ്ങളിൽ ഇറാൻ നടത്തും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ഇനി അൽറൈസയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1959 യാദ്സ് പ്രവിശ്യയിലെ മെയ്ബൂദിൽ ഒരു മതപണ്ഡിത കുടുംബത്തിലായിരുന്നു ജനിച്ചത്. ഇറാനിലെ ഗ്വാം നഗരത്തിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. മുസ്താഹിദ് പദവിയിലേക്ക് ഉയർന്ന അദ്ദേഹം സ്വതന്ത്ര ഇസ്ലാമിക നിയമവിധികൾ പുറപ്പെടുവിക്കാനുള്ള യോഗ്യത നേടിയ വ്യക്തി കൂടിയാണ്. ജനകീയമായി ഏറെ ജനങ്ങളുമായി അടുത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം നിലവിൽ ഇതുവരെയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. സ്ഥാനപരമായ നിയമനങ്ങളിലൂടെ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. 2009 മുതൽ 2018 വരെ ഇറാനിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള മതപണ്ഡിതന്മാരെ പരിശീലിപ്പിക്കുന്ന ഗ്വാമിലെ അൽ മുസ്തഫ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ തലവൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മതപണ്ഡിതന്മാർക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ്. തന്റെ ഭരണകാലത്ത് 8 വർഷത്തിനുള്ളിൽ ലോകമെമ്പാടുമുള്ള 50 ദശലക്ഷം ആളുകളെ ഷിയ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതുതന്നെ ഇറാനെ സംബന്ധിച്ച്, അവരുടെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് ഏറ്റവും ഊർജം പകരുന്ന ഒരു വിഷയം കൂടിയാണ്. ഈ കണക്ക് ഏറെ അമ്പരപ്പ് ഉളവാക്കുന്നതാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഇറാനിലെ മതപണ്ഡിതന്മാർക്കിടയിലും വലിയ സ്വാധീനം അദ്ദേഹത്തിന് വർദ്ധിപ്പിച്ചെടുക്കാൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് അറാഫിക്ക് ഖമനേയി സ്ഥിരമായി സ്ഥാനക്കയറ്റവും നൽകിയിരുന്നു. എടുത്തു പറയുകയാണെങ്കിൽ ഖമനേയിയുടെ വലങ്കൈയായി, വിശ്വസ്തനായി ഒക്കെ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. 2019 നിയമനിർമ്മാണവും തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെയും ഒക്കെ തന്നെ പരിശോധിക്കുന്ന ഒരു ബോഡിയായിട്ടുള്ള ഗാർഡിയൻ കൗൺസിലിലേക്ക് കൂടി അദ്ദേഹത്തെ നിയമിച്ചിരുന്നു. ഇതൊക്കെ തന്നെ അദ്ദേഹത്തിലുള്ള വിശ്വാസം, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, ഭരണപരമായ കഴിവ്, ഇതൊക്കെ തന്നെ ഖമനേയി ഏറ്റവും വിശ്വസിച്ചിരുന്നു. ഒരുപക്ഷെ ഈ മരണം ഖമനേയി നേരത്തെ കണക്ക് കൂട്ടിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ആരായിരിക്കണം പിൻഗാമി എന്ന കാര്യത്തിൽ കൗൺസിലിന് കൃത്യമായ സൂചനകൾ ഖമനേയി നൽകി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരഞ്ഞെടുപ്പുകളിലെ അറാഫിയുടെ പ്രകടനമെന്ന് പറയുമ്പോൾ 2016 ടെഹ്റാനിലെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ 2021 ഇടക്കാല ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഈ സമിതിയിലേക്ക് കടന്നു കയറി. 2024 മാർച്ചിലെ വോട്ടെടുപ്പിൽ ടെഹ്റാനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ വ്യക്തി ഇദ്ദേഹമായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ മറ്റൊരു വിഷയമാണ്. അങ്ങനെ ഉയർച്ച താഴ്ചകളിലൂടെ തന്നെയാണ് ഈ മേഖലയിലേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. പിന്നീട് അസംബ്ലിയുടെ 2ാമത്തെ ഡെപ്യൂട്ടി ചെയർമാനായി അറിയപ്പെട്ടു. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും പല സാഹചര്യങ്ങളിലും ജനങ്ങളെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കാനുണ്ട്. ഒട്ടും തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത വാക്കുകൾ, ഒരു തരത്തിലും പിന്നോട്ട് ചിന്തിക്കാത്ത വ്യക്തിത്വം, ഇതൊക്കെ തന്നെയാണ് ഇറാനെ സംബന്ധിച്ച് പരമോന്നത നേതാവെന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാനുണ്ടായ ഇപ്പോഴത്തെ ചില കാരണങ്ങൾ, ഘടകങ്ങൾ. ഇറാനെ നിരായുധീകരിക്കാനുള്ള അമേരിക്കയുടെ ആഗ്രഹം വരെ ശവപ്പെട്ടിയിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു അറാഫിയുടെ വെല്ലുവിളി. അങ്ങനെ ശക്തമായി തന്നെ അമേരിക്കയെ വെല്ലുവിളിക്കാൻ കഴിയുന്ന കരുത്തുറ്റൊരു നേതാവെന്ന രീതിയിൽ തന്നെയാണ് അറാഫിയെ ഇപ്പോൾ ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പ്രഭവ കേന്ദ്രമെന്ന് കൂടി വിശേഷിപ്പിക്കുന്ന അദ്ദേഹം എന്തുതന്നെ ആയിരുന്നാലും ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന സൂചന കൂടി നൽകിയിരിക്കുന്നു. 40 ദിവസക്കാലത്തെ ദുഃഖാചരണം ആചരിക്കുന്നത് കൊണ്ട് സ്ഥിരം പരമോന്നത നേതാവിനെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എത്ര വേഗത്തിൽ നാമനിർദ്ദേശം ചെയ്യുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അറാഫി
ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്, ഏറെ ചരിത്രപരമായിട്ടുള്ള ഒരു ഘട്ടത്തിലും. അതേസമയം ഈ സാഹചര്യത്തിൽ യുദ്ധമേറെ മുറുകുന്ന ഒരു ഘട്ടത്തിൽ പോലും അമേരിക്കയുമായി ഒരു തരത്തിലും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി അറിയിച്ചത്. ലാരിജാനി ആയിരുന്നു നേരത്തെ പരമോന്നത നേതാവായി പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് വാർത്തകൾ പുറത്തു വന്നത്. ഇറാനുമായിട്ടുള്ള ആക്രമണത്തിനിടയിൽ അമേരിക്കയ്ക്ക് തെറ്റല്ലാത്ത രീതിയിൽ പരിക്ക് സംഭവിക്കുന്നു എന്നുള്ള ചില വാർത്തകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കയുടെ അഭിമാനമായ കരുത്തനായിട്ടുള്ള F-15 യുദ്ധവിമാനത്തെ തകർക്കാനായി ഇറാന് കഴിഞ്ഞിരിക്കുന്നു. അതല്ല, സ്വന്തം ആയുധങ്ങൾ തന്നെ തിരിച്ചടിച്ചതാണോ? ഇതിനു മുന്നേയും സമാനമായിട്ടുള്ള വിഷയങ്ങൾ നാം കേട്ടിട്ടുള്ളതാണ്. എന്തു തന്നെ ആയിരുന്നാലും അമേരിക്കയെ സംബന്ധിച്ച് ഏറെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ് ഈ നിമിഷം പുറത്തു വന്നിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ F-15 യുദ്ധവിമാനം കുവൈത്തിൽ തകർന്നു വീണു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയിയുടെ പിൻഗാമി കൂടി സ്ഥാനമേറ്റെടുത്തിരിക്കുന്നു. താൽക്കാലിക പരമോന്നത നേതാവെന്ന പദവിയിലേക്ക് പുതിയൊരാൾ എത്തിയിരിക്കുകയാണ്, അലി റസ റാഫി. ഈ ഘട്ടത്തിൽ കൂടിയാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയുടെ ആദ്യ പാഠം കിട്ടിയിരിക്കുന്നത്. ഇറാൻ വെടിവെച്ചിട്ടു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നെങ്കിൽ പോലും പിന്നീട് ചില രീതിയിലുള്ള സംശയങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ആകാശത്ത് തീ പിടിച്ച വിമാനം പതിയെ താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ഈ വിമാനം അമേരിക്കൻ വിമാനമാണ്, പക്ഷേ അത് അമേരിക്കയുടേതാണോ ഇസ്രയേലിൻ്റെതാണോ എന്ന കാര്യത്തിൽ വ്യക്തത ഈ നിമിഷം വരെ വന്നിട്ടില്ല. MIM 104 പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്നുള്ള മിസൈലേറ്റ് വിമാനം തകർന്നു വീണുവെന്ന ഒരു ഭാഗത്ത് വാദം ഉയരുന്നുണ്ട്. ബലിസ്റ്റിക് മിസൈലുകളുടെയും ശത്രു വിമാനങ്ങളെയും ഒക്കെ തന്നെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിലൊക്കെ റഡാറിലെ ആശയക്കുഴപ്പം മൂലം, അതുപോലെ വിമാനങ്ങളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോൾ സ്വന്തം വിമാനങ്ങളെ തന്നെ വെടിവെച്ചിടുന്ന ഒരു പിഴവ്, ആശയവിനിമയ തകരാറ്, ഇതൊക്കെ തന്നെ പാട്രിയറ്റ് സിസ്റ്റത്തിൽ പലപ്പോഴും കാണിക്കാറുണ്ട്. അതുകൊണ്ട് ശത്രു വിമാനങ്ങളെ വെടിവെച്ചിടുന്നതിന് പകരം അത് തെറ്റായി കണക്കാക്കി സ്വന്തം വിമാനങ്ങളെ വെടിവെച്ചിടുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയെങ്കിൽ സ്വന്തം എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ തങ്ങളുടെ വിമാനത്തെ വെടിവെച്ചിട്ടു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. എന്തായിരുന്നാലും വിമാനത്തിൽ നിന്നും പൈലറ്റ് രക്ഷപ്പെട്ടു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പൈലറ്റിന്റെ ആരോഗ്യനില സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള മണിക്കൂറിൽ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുവൈത്തിലെ അമേരിക്കൻ എംബസിക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. കുവൈത്തിലെ ദേശീയ പെട്രോളിയം കമ്പനിയുടെ അഹമ്മദി റിഫൈനറിയിൽ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ വീണ് 2 പേർക്ക് പരിക്കേറ്റ വാർത്ത പുറത്തു വരുന്നുണ്ട്. പക്ഷേ റിഫൈനറിയുടെ പ്രവർത്തനങ്ങളെ ഒന്നും തന്നെ ഇത് സാരമായി ബാധിച്ചിട്ടില്ല. ഗൾഫിലെ പല മേഖലകളിലായി സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുവെന്നാണ് പലരും ഇപ്പോഴും പറയുന്നത്. കുവൈത്തിന് മുകളിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഭീഷണി ഇപ്പോഴും അങ്ങനെ തുടരുന്നുണ്ട്. എംബസികളിലേക്ക് വരരുതെന്നും നിങ്ങളുടെ വീടുകളിലെ താഴത്തെ നിലകളിലും ജനലുകളിൽ നിന്നും അകന്ന് സുരക്ഷിതമായി കഴിയുക, പുറത്തിറങ്ങരുത് എന്നുകൂടിയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺസുലേറ്റ് അഫയേഴ്സ് എക്സിലൂടെ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. എംബസി ജീവനക്കാർ സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയുകയാണെന്നും ആക്രമണമുണ്ടായാൽ സുരക്ഷാ പദ്ധതികൾ വിലയിരുത്തണമെന്നുമാണ് ഡിപ്പാർട്ട്മെന്റ് പൗരന്മാരോട് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർക്ക്, മറ്റു രാജ്യങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കാണ് നിലവിൽ, പ്രത്യേകിച്ചും GCC രാജ്യങ്ങളിലും മറ്റുമൊക്കെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഏറെ ഭീഷണി നിലനിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ.